Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മൈക്രോമാക്സിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ ആയ മൈക്രോമാക്സ് നോട്ട് 1 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് 64GB വേരിയൻ്റ് ആണുള്ളത്. അപ്പോൾ മൈക്രോമാക്സ് ഇന്ത്യയിൽ വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. നോട്ട് 1ഉം പിന്നെ അതേപോലെ തന്നെ 1B എന്ന് പറഞ്ഞാൽ രണ്ട് സ്മാർട്ട് ഫോണാണ്. 1B കുറേ കൂടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. നോട്ട് 1 എന്ന് പറഞ്ഞാൽ ഒരു 10,999 ആണ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഡിലേ വന്നത്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതുകൊണ്ടാണ്. അപ്പോൾ നോട്ട് 1 64GB ആണ് നമ്മുടെ കയ്യിലുള്ള ഇൻ ബൈ മൈക്രോമാക്സ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഹീലിയോ G85 ഗെയിമിംഗ് പ്രോസസ്സറാണ്. 6.67 ഇഞ്ചസ് പഞ്ച് ഹോൾ ഫുൾ HD+ ഇൻഫിനിറ്റി ഡിസ്പ്ലേ, 48+5+2+2 അങ്ങനെ 4 ക്യാമറയാണ്, ക്വാഡ് ക്യാമറയാണ്, 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്, 18 watt ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ വേരിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വേഗം ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ സീലൊന്ന് തുറക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, വി ആർ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പ്യുവർലി ഇന്ത്യൻ കമ്പനി, ഇന്ത്യയിൽ ഉണ്ടാക്കിയത് എന്നുള്ളതിന് സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം മൈക്രോമാക്സ് ഒരു പഴയ ബ്രാൻഡാണ്. ഇപ്പോൾ അവർ ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തുകയാണ്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. നോട്ട് 1 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ ഇതാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഡിവൈസാണ്. അപ്പോൾ ഇതാണ് ഫോണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതല്ലേ, നോട്ട് 1 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് ട്രിപ്പിൾ സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, പിന്നെ ഇതിനകത്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് ബാക്കിലെ ഇതൊന്ന് സ്റ്റിക്കറൊന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 48 MP പ്രൈമറി ക്യാമറയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്ക്രീൻ ഗാർഡിങ് ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയുണ്ട് ഇതും കൂടി നോക്കാം. ഇപ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. ഇതിനകത്ത് ഒരു യൂസർ ഗൈഡാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു സിം ഇജക്റ്റർ പിന്ന് കാണാം. ഇപ്പോൾ യൂസർ ഗൈഡിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. സാർ വാല്യൂ എഴുതിയിട്ടുണ്ട്. സാർ വാല്യൂ എഴുതിയിട്ടില്ല, ആക്ച്വലി സാർ വാല്യൂ ഫോണിൽ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സാർ വാല്യൂ കൊടുത്തിട്ടില്ല. ബാക്കി ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ്. Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അഡാപ്റ്ററാണ്. ഇതൊരു 18 watt അഡാപ്റ്ററാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം, ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ഒന്ന് നോക്കാം. അവിടെ കാണാം നിങ്ങൾക്ക് 12 volt 1.5 ആംപിയർ, അതായത് 18 watt ആണ് മാക്സിമം സപ്പോർട്ടഡ്, അല്ലെങ്കിൽ 9 volt 2 ആംപിയർ. അപ്പോൾ അതാണ് 18 watt ചാർജർ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫോൺ ബൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ ഇതാണ് ഡിവൈസ്. നിങ്ങൾക്ക് കണ്ടില്ലേ, സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കാണാം. ആൻഡ്രോയിഡ് 10 വേർഷനാണ് വരുന്നത്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 64GB സ്റ്റോറേജ് വേരിയൻ്റാണ്. ഒരു 128GB സ്റ്റോറേജ് വേരിയൻ്റ് കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് UI നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടില്ലേ, ഒരുപാട് ഫീച്ചേഴ്സൊന്നും തേർഡ് പാർട്ടി ഓപ്ഷൻസ് ഒന്നുമില്ല. വളരെ ബേസിക് ആയ സ്റ്റോക്ക് UI ആണ്. മൈക്രോമാക്സ് അപ്ഡേറ്റ്സ് പ്രോമിസ്ഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 4GB റാമ് 64GB സ്റ്റോറേജ് ആണ്. 10,999 ആണ് ഈ വേരിയൻറ്റിൻ്റെ പ്രൈസ്. ഇതിൻ്റെ കൂടാണ്ട് ഒരു വേരിയൻറ്റ് കൂടെ ഉണ്ട് 128GB സ്റ്റോറേജ്. അതിന് വരുന്നത് 12,499 രൂപയാണ്. അപ്പോൾ നമുക്ക് ക്യാമറ നോക്കാം. അപ്പോൾ ക്യാമറയിൽ നമുക്ക് കണ്ടില്ല, ഇവിടെ HDR നൈറ്റ് മോഡ്, HDR മോഡ്, വീഡിയോ, ഫോട്ടോ മോഡ്, പ്രോ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങിൽ നമുക്കിവിടെ കിട്ടുന്നത് വീഡിയോ ക്വാളിറ്റി ഫുൾ HD ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഹീലിയോ G85ന് 4Kൻ്റെ സപ്പോർട്ട് ഇല്ല ആക്ച്വലി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ സാമ്പിൾസ് കൂടി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോമാക്സ് നോട്ട് 1 എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്.
ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്, ക്യാമറ സെൻറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് ആണെങ്കിലും കുഴപ്പമില്ല. ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഡിവൈസാണെന്ന് പറയാം. ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബാറ്ററി ലൈഫും കിട്ടുന്നതാണ്. പിന്നെ 18 watt ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു മൈക്രോമാക്സ് നോട്ട് 1ൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം. വാങ്ങാൻ താല്പര്യമുള്ളവർ ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആവുന്നത്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ദീപാവലി മെഗാ ഗിവ് അവേ 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.